പൊട്ട സിനിമ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇടി ഇതല്ലേ മാത്രമേ ഉള്ളൂ ഇത്. അമ്മ എനിക്ക് വിശക്കണു, എനിക്ക് എന്തെങ്കിലും മേടിച്ചാ? നീയല്ലേ വലിയൊരു പോപ്കോൺ പാക്കറ്റ് തിന്നു തീർത്തേ. എത്ര നേരമായി, എനിക്ക് വിശന്നിട്ട് പാടില്ല, അത് കഴിഞ്ഞില്ലേ? എന്റെ ദൈവം, ഇവളെ കൊണ്ട് തോറ്റല്ല ദൈവം, എന്ത് കഷ്ട ഇത്. എനിക്ക് വിശക്കണ്ട്, അമ്മ എനിക്ക് എന്തേ മേടിച്ചിട്ടാ? അച്ഛനോട് പറ, മേടിച്ചിട്ടാ, എനിക്ക് എന്തേ വേണം, വിശക്കുന്നു. ഒന്നും മിണ്ടായിരിക്കും, പക്ഷെ കരയാതിരിക്കും, ഇന്റർവെൽ ആവട്ടെ, എന്നിട്ട് മേടിച്ചു തരാ. നീ എന്ത് കഷ്ട എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ നീ. ആ മിണ്ടായിരിക്കും അവിടെ കരഞ്ഞോണ്ടിരിക്കണവള്. മിണ്ടാതെ അവിടെ ഇരുന്നോ, അനങ്ങോട്ട് പോയടിച്ചിരുന്നില്ലല്ലോ. ഐസ്ക്രീം അമ്മ, എനിക്ക് ഐസ്ക്രീം വേണം. അമ്മ എനിക്ക് ഐസ്ക്രീം വേണം, ഇപ്പൊ വേണം, എനിക്ക് ഐസ്ക്രീം വേണം. എന്റെ പൊന്നു വെച്ച ഒന്ന് ഇന്റർവെൽ ആവട്ടെ, ഞാൻ മേടിച്ചു തരാം. വൃത്തിയായിട്ടാ അമ്മ അച്ഛൻ വേണം, എനിക്ക് ഒന്നും മേടിച്ചു തരില്ല. കൊച്ചിനോടൊന്നും മിണ്ടായിരിക്കാൻ പറ, ബാക്കിയുള്ളവർ കൂടെ സിനിമ കാണണം. വയസ്സിന് കൂത്തിരി ടീ കൂട്ടി വിളിക്കുന്നു നിന്നെ ഞാൻ. എന്താടി നിന്റെ മുഖം കടത്തൽ കുത്തിയ പോലെ ഇരിക്കുന്നേ? അല്ല, ഞാൻ നല്ല സന്തോഷത്തിലിരിക്കാം. ഇത് എന്ത് തിയേറ്ററാ? ആണ്ടിൽ ജനകരാതൊക്കെയാണ് ഒരു സിനിമയ്ക്ക് വരുന്നത്. അത് ഒരുമാതിരി ലൊക്കട പിടിച്ചൊരു തിയേറ്ററിൽ കൊണ്ട് ഇരുത്തിയേക്കോ. പക്ഷേ എന്തോ ഒരു വൃത്തിക്കിട്ട സ്മെല്ല്, ഇവിടെ ഒരുമാതിരി പിശുക്ക്. ബാക്കി എല്ലാ കാര്യം നിങ്ങൾക്ക് കള്ളു കുടിച്ച് കളയാൻ, ലോട്ടറി എടുത്ത് കളയാൻ നിങ്ങൾക്ക് പൈസ കിട്ടല്ലോ. ആ കൂടി എപ്പോഴെങ്കിലും ഒരു സിനിമയ്ക്ക് വരുന്നത്. അതുകൊണ്ട് ഉടനേക്കൂടെ ഒരു തിയേറ്റർ നോക്കി ഓക്കെ, 4-3-7 ആൾക്കാരും ഉണ്ട്. ദൈവമേ, ഈ കാലമാടത്തെ കെട്ടിയ കാലം തൊട്ടേ ഇങ്ങനെയാണ്. ചൂടെടുത്തിട്ടും പാടില്ല. വീട്ടിൽ നിന്ന് ടേബിൾ ഫാനോട് കൊണ്ടുവരായിരുന്നു. ചൂടും ഭ്രാന്ത് വരുന്നുണ്ട്. ഓ, നിന്നെയൊക്കെ സിനിമ കാണിക്കാൻ ഓട്ടത്തെ എന്നെ പറഞ്ഞാൽ മതി, നാട്ടുകാർ കേൾക്കുന്നു, മിണ്ടായിരിക്കും തീയന്ന. പിന്നെ ഞാൻ പറഞ്ഞേക്കാൻ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കുവാണല്ലോ. 4-3-7 ആൾക്കാരും ഉണ്ട്. ഈ സിനിമ വല്ല വരുമോ അതില്? നീയൊന്നും മിണ്ടാതിരിക്കടി. പൊന്നി, ഇതൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴുമോ സിനിമ കഴിയുമ്പോഴേക്കും? ഏത് ആദാമിന്റെ കാലത്തെയാണോ ദൈവം ഇതൊക്കെ? എപ്പോഴേക്കും ആവശ്യത്തിൽ സിനിമയ്ക്ക് വന്നതാ. അത് വന്ന സ്ഥലം. നീ ഒന്നും മിണ്ടാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും തരണോ? ഞാൻ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം. എന്നാ പടത് മനുഷ്യന്റെ പൈസ കളഞ്ഞ് വെറുതെ വന്നു. കാണാനുള്ള ഒരൊറ്റ ചിക്സും ഇല്ല. വെറുതെ വേറെ വല്ല പടത്തിന് പോയാൽ മതിയായിരുന്നു. കുറച്ച് പെമ്പിള്ളാരെങ്കിലും ഉണ്ടായില്ലേ. ഇതൊരുമാതിരി നമ്മുടെ മുന്നിരിക്കണ പുള്ളി അത്ര വലിയ കുഴപ്പമില്ലാത്തുള്ള. കാണാൻ കൊള്ളാമല്ലോ, അടിപൊളി. തോണ്ടി നോക്കാം. തല്ലു കിട്ടോ? വെറുതെ ചെറുതായിട്ടൊന്ന് തോണ്ടി നോക്കാം. ചിലപ്പോൾ തൽപരക്ഷയാണെങ്കിൽ ഗുണമില്ലേ? ആരും കാണാനൊന്നും ഇല്ലല്ലോ. ആരുടെ തോട്ടിയെ? നീ ഓടനാറിയ തോട്ടിയെ തോണ്ടിന്ന് പറഞ്ഞിട്ട് വിളിക്ക് തുടങ്ങി. ഞാനൊന്ന് പെമ്പിള്ളേരെ സിനിമ കാണാൻ സമ്മതിക്കില്ല. സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇയാളെ ബാക്കിൽ നിന്ന് ഭയങ്കര ശല്യം. പിടിക്കാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ തോണ്ടി ധരിക്കാൻ കാണാറാ. നീ എന്താ ഇവിടെ? ഞാൻ ഈ സിനിമ 3ാമത്തെ പ്രാവശ്യം കാണുന്നത്. നല്ല പാടുവാ. നീ ഒറ്റയ്ക്കാണോ വന്നേ? ഭാര്യ മക്കളെ അവരൊന്നും വന്നില്ല. നിന്റെ ഭാര്യ മക്കളോ? കഴിഞ്ഞ പ്രാവശ്യത്തെ വരവിൽ അവരും ഉണ്ടായിരുന്നു. എനിക്കാണ് ഈ സിനിമ അങ്ങ് ഭയങ്കര ഇഷ്ടമായത്. അതല്ലേ 3ാമത്തെ പ്രാവശ്യം വന്നേക്കുന്നത്. എടോ, നല്ല സിനിമ, അതല്ലേ ഞാൻ പിന്നെയും വന്നേ. നല്ല ഡാൻസും പാട്ടും നായികയൊക്കെ അടിപൊളിയാ. ഇതിന് നായകൻ അവസാനം വരിക്കും, അതാണ് ഇതിന്റെ കഥ. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വന്നിട്ട് ആ സിനിമ കാണുന്നതിന് പിന്നെ കഥ വിളിച്ചു പറയാ പരമദ്രോഹി. എന്നെ ചീത്ത വിളിച്ചോട്ട് പോണേ? ഞാൻ സിനിമ മൊത്തമൊന്നും പറഞ്ഞില്ലല്ലോ, ക്ലൈമാക്സ് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഏലോ നല്ല പരിചയമുള്ള ആൾക്കാരുണ്ടോ നോക്കാം. ഇനി ആരെയും കാണാനില്ലല്ലോ. സുധാകരൻ, ഈ സിനിമ ആദ്യത്തെ പ്രാവശ്യം കാണുന്നേ? അതില്ലേ ഞാനേ പുള്ളിയുടെ വലിയ ഫാനാ, ചെറുപ്പത്തിന്റെ വലിയ ഫാനാ. അട്ടിക്കോനാ. എന്തായി? അയ്യോ, മോളിപ്പോ എന്താ? അത് പിന്നെ നടന്റെ പെങ്ങളുടെ അടുത്ത് ആരോ എന്തോ പറഞ്ഞതാ. ചേച്ചി ഇത് കാണാമല്ലോ. ഉറങ്ങിപ്പോയി. ഉറങ്ങിയതോണ്ടല്ലേ കാണാഞ്ഞേ. ഉറങ്ങാണ്ടി ചേച്ചി ഇത്തിരി മെല്ലെ ചിരിക്കാവോ?